വെൽക്കം ടു മൈൽസ്റ്റോൺ. ഇന്നത്തെ ക്ലാസ് ഒരു ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ഇംഗ്ലീഷിലെ കണ്ടീഷണൽ ക്ലോസ് അഥവാ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ചെയ്യാൻ പോകുന്നത്. കുറേ പേര് കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മൈൽസ്റ്റോൺ ചാനലിൽ മുന്നേ ആദ്യത്തെ സമയത്തൊക്കെ കുറച്ച് ഇംഗ്ലീഷ് ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5-6 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ മാത്സ് തന്നെയാണ് ഫോക്കസ് ചെയ്തത്. പക്ഷേ ഇപ്പം കുറേ പേര് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് കൂടെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും മാത്സിലേക്ക് തന്നെ തിരിച്ചു പോവാം. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ചെയ്യുന്നത്. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷേ എക്സാമിന് ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചിട്ട് എഴുതും, പക്ഷേ അത് തെറ്റിപ്പോകും. അങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ടാവാറ് പതിവ്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഗ്രാമാറ്റിക്കലി അതേപോലെ ബൈഹാർട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അങ്ങനെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് തെറ്റിപ്പോകും. അതിന് പകരം നമ്മൾ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് ഓർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് എഫക്റ്റീവ് ആവുമെന്ന് തോന്നിയിട്ടുണ്ട്. ഈ PSC പഠിക്കുന്ന സമയത്താണ് പറയുന്നത്. ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് ഗ്രാമർ എന്തായാലും അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മൾ PSC പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് കിട്ടണം, അങ്ങനെ വിചാരിച്ച് പഠിക്കുന്നവരായിരിക്കും കൂടുതൽ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. എക്സാം എഴുതുന്ന സമയത്ത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് ടെൻസസ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷിൻ്റെ ഏത് ടോപ്പിക് എടുത്താലും ടെൻസ് അറിയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും പ്രസൻ്റ് ആയാലും ടെൻസസ് അറിഞ്ഞിരിക്കണം. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് പരിധി കണ്ടുപിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും, കുറേ നാൾ മുന്നേ ചെയ്തതാണ്. ഡിസ്ക്രിപ്ഷനിൽ ടെൻസസിൻ്റെ വീഡിയോസ് കൊടുക്കാം, അത് നിങ്ങൾ കാണുക. അതിനുശേഷം മാത്രം ബാക്കിയുള്ള വീഡിയോസ് കാണാൻ നോക്കുക. അതായത് ഞാനിപ്പോൾ പറയുമ്പോൾ അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സിമ്പിൾ പ്രസൻറ്റ് അല്ലെങ്കിൽ എന്താണ് സിമ്പിൾ പാസ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ടെൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആയാലും റിപ്പോർട്ടഡ് സ്പീച്ച് ആയാലും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ടെൻസ് പഠിക്കുക, അതിനുശേഷം ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കാൻ തുടങ്ങാം. ഈ കണ്ടീഷണൽ ക്ലോസിൽ മെയിനായിട്ട് 3 ടൈപ്പാണ് പഠിക്കാനുള്ളത്. മിക്കപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും മിക്കപ്പോഴും ചോദിക്കുക. സെൻറ്റൻസ് തരും, അതിൽ ഒരു പോർഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ അതിൽ 3 ടൈപ്പ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുണ്ട്. ആദ്യത്തെ ടൈപ്പാണ് പോസിബിൾ കണ്ടീഷൻ, ഓപ്പൺ കണ്ടീഷൻ അല്ലെങ്കിൽ ലൈക്ലി കണ്ടീഷൻ എന്നൊക്കെ പറയും. അതിൻ്റെ പേരൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് ഓർത്ത് വെക്കുക. പോസിബിൾ കണ്ടീഷൻ ഒരു എക്സാമ്പിൾ പറയാം. If you study well, you will pass. If you study well, you will pass. അതിന് മലയാളം മീനിങ് എന്താ? നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ ജയിക്കും. നമ്മൾ എക്സാമിനൊക്കെ പറയാറില്ലേ, ബാക്കിയുള്ളവരോടൊക്കെ പറയാറുണ്ട് അല്ലേ, നീ പഠിച്ചാൽ നിനക്ക് കൊള്ളാം, നീ പഠിച്ചാൽ നീ ജയിക്കും, അങ്ങനെ പറയാറില്ലേ. അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇതാണ് പോസിബിൾ കണ്ടീഷന് എക്സാമ്പിൾ. ഇനി ഇതെന്താണെന്ന് നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് തിരിച്ചു പഠിക്കാം. ഓക്കെ, ഈഫ് വരുന്ന ഭാഗത്തിന് നമ്മൾ ഈഫ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. ബാക്കിയുള്ള ഭാഗമാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഈഫ് ക്ലോസിൽ വെർബ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. സിമ്പിൾ പ്രസന്റ് സ്റ്റഡി ആ വെർബിന്റെ ഫസ്റ്റ് ഫോം. സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും വെർബ് ഉണ്ടാവുക. മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ, അതായത് സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ എങ്ങനെ എഴുതുക? ആ ടെൻസിന്റെ വീഡിയോ കണ്ടാൽ എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് മനസ്സിലാവും. വില്ല്, ഷാല്, ക്യാൻ, മേ ഇവയൊന്നും ഉണ്ടാവും. അതിൻ്റെ കൂടെ വെർബിന്റെ ഫസ്റ്റ് ഫോമും ഉണ്ടാവും. അതിനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പോസിബിൾ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇഫ് ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉണ്ടാവും. മെയിൻ ക്ലോസിൽ എന്തായിരിക്കും? വില്ല്, ഷാല്, ക്യാൻ, മേ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ കൂടെ വെർബിന്റെ ഫസ്റ്റ് ഫോം. പാസ് അത്രയല്ലേ ഉള്ളൂ. ഫസ്റ്റ് V1 എന്ന് പറയുമ്പോൾ പാസ്, V2 V3 ഒക്കെ പാസ്ഡ് എന്നാവും. അപ്പോൾ പാസ് വെർബിന്റെ ഫസ്റ്റ് ഫോമും വില്ലും ഉണ്ടാവും മെയിൻ ക്ലോസിൽ. സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ, പോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് യു attend the class, you can answer all the questions. എന്താണ് പറയുന്നത്? If you attend the class,
യു ക്യാൻ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. നീ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഇഫ് യു അറ്റൻഡ് ദ ക്ലാസ് യു ക്യാൻ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ എന്താണ്? അറ്റൻഡ് ആണ് വെർബ് അല്ലേ? അത് സിമ്പിൾ പ്രസന്റിലാണുള്ളത്. യു ക്യാൻ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഇത് വിൽ, ഷാൽ, ക്യാൻ, മേ ഇതിലേതെങ്കിലും ഒന്ന് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഇഫ് യു അറ്റൻഡ് ദ ക്ലാസ് യു ക്യാൻ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണ് പോസിബിൾ കണ്ടീഷൻ എന്ന് മനസ്സിലായല്ലോ. കൂടുതൽ എക്സാമ്പിൾ പിന്നെ പറയാം, അപ്പോൾ ക്ലിയർ ആവും. നിങ്ങൾക്ക് മിക്കവാറും തരുന്നത് ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് പാസ് അല്ലെങ്കിൽ യു ഡാഷ് എന്നായിരിക്കും. ഓപ്ഷൻസ് ആയിട്ട് എന്തുണ്ടാവും? യു വിൽ പാസ്, യു വുഡ് പാസ്, യു വുഡ് ഹാവ് പാസ്ഡ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ആൻസർ? യു വിൽ പാസ്. എന്തുകൊണ്ടാണെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായേ? ഇവിടെ സ്റ്റഡി എന്നാണ്, അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഇഫ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ക്ലോസിൽ എന്താണ് വേണ്ടത്? വിൽ പാസ്, സിമ്പിൾ ഫ്യൂച്ചർ ആണ് വരേണ്ടത്. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് പോസിബിൾ കണ്ടീഷൻ എന്ന്. ഇനി സെക്കൻഡ് കണ്ടീഷൻ. അടുത്തത് ഇംപ്രോബബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ അൺലൈക്ലി കണ്ടീഷൻ എന്നൊക്കെ പറയും. അതിൻ്റെ എക്സാമ്പിൾ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. ഒരേ എക്സാമ്പിൾ തന്നെ ഡിഫറെൻറ്റ് ഫോമിൽ നമുക്ക് പറയാം. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. അതായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ. അതായത് സിമ്പിൾ പ്രസന്റ് ആവുമ്പോൾ അവിടെ എന്ത് വരണം? സിമ്പിൾ ഫ്യൂച്ചർ വരണം. ഇവിടെ എന്താണ് പറഞ്ഞത്? ഇഫ് ക്ലോസിൽ സ്റ്റഡീഡ് വെൽ സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ? സ്റ്റഡീഡ് വെൽ എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത്. സിമ്പിൾ പാസ്റ്റ് വരുമ്പം ഇവിടെ എന്ത് വരണം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. അതിൻ്റെ കൂടെ പാസ് തന്നെയാണ് V1 ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ സെക്കൻഡ് കണ്ടീഷനിൽ എന്താണ്? ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റിന്റെ കൂടെ V1 വരണം. ഓക്കെ ആണല്ലോ. നേരത്തെ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. സെക്കൻഡ് കണ്ടീഷൻ ഇഫ് യു സ്റ്റഡീഡ് വെൽ സിമ്പിൾ പാസ്റ്റ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് എങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് പാസ്, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ കൂടെ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം വരേണ്ടത്. അപ്പൊ സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് എന്തായിരുന്നു? ഇഫ് യു അറ്റൻഡ് ദ ക്ലാസ് യു ക്യാൻ ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതെന്താവും? ഇവിടെ വരുമ്പം ഇഫ് ക്ലോസിൽ എന്താവും? ഇഫ് യു അറ്റൻഡ് എന്നുള്ളത് എന്താവും? അറ്റൻഡഡ് ദ ക്ലാസ് യു ക്യാൻ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് ടൈപ്പിൽ വരുമ്പോൾ യു കുഡ് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് എന്നാവും. ഓക്കെ ആണല്ലോ. സെക്കൻഡ് ടൈപ്പ് എന്താണ്? ഇഫിന്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കണം? വിൽ എന്നുള്ളത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റിന്റെ കൂടെ ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ആയിരിക്കണം. അപ്പൊ ഇഫ് യു അറ്റൻഡഡ് ദ ക്ലാസ് യു കുഡ് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഇനി ഈ ഇഫ് ക്ലോസിൽ ഇഫ് ആദ്യം തന്നെ വരണമെന്നില്ല. ഏത് കണ്ടീഷനിലായാലും ഇഫ് എന്നുള്ളത് ഫസ്റ്റ് തന്നെ എഴുതണമെന്നില്ല. സെക്കൻഡ് പാർട്ടിൽ ഇഫ് എഴുതിയാലും മതി. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഐ വുഡ് ടേക്ക് അംബ്രല്ല ഇഫ് ഇറ്റ് ഡാഷ്. ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചോ. ഐ വുഡ് ടേക്ക് അംബ്രല്ല ഇഫ് ഇറ്റ് ഡാഷ്. ഐ വുഡ് ടേക്ക് അംബ്രല്ല ഇഫ് ഇറ്റ് ഡാഷ്. ഇവിടെ ഇഫ് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടിലാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് എന്താന്ന് നോക്കുക? വുഡ് ടേക്ക്, അതായത് വുഡ് പ്ലസ് ടേക്ക് എന്ന് പറയുമ്പോൾ V1. വുഡും V1 ഉണ്ടെങ്കിൽ അത് നമ്മൾ പഠിച്ച സെക്കൻഡ് ടൈപ്പ് ആണ് അല്ലേ? വുഡും V1 ഉണ്ടെങ്കിൽ സെക്കൻഡ് ടൈപ്പ് ആണ്. സെക്കൻഡ് ടൈപ്പിൽ ഇഫ് ക്ലോസിന് എന്ത് വരണം? സിമ്പിൾ പാസ്റ്റ് വരണം. നമുക്കറിയാം. അപ്പോൾ സിമ്പിൾ പാസ് മഴ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ എടുക്കുമായിരുന്നു. അപ്പൊ മഴ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരണം? സിമ്പിൾ പാസ്റ്റ് വരണം. അപ്പോൾ ഇറ്റ് റെയിൻഡ് എന്നാവും. ഓക്കെ, സിമ്പിൾ പാസ്റ്റ്. മഴ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ എടുക്കുമായിരുന്നു എന്നാണ് പറയണ്ടേ. അപ്പൊ ഐ വുഡ് ടേക്ക് അംബ്രല്ല ഇഫ് ഇറ്റ് റെയിൻഡ്, സിമ്പിൾ പാസ്റ്റ് വരണം. അപ്പൊ തിരിച്ചിട്ട് തന്നാലും അത് ഫിൽ ചെയ്യാൻ ഓർക്കുക. അടുത്ത ടൈപ്പ് ഇംപോസിബിൾ കണ്ടീഷൻ. തേർഡ് ടൈപ്പ് എന്താണ്? ഇംപോസിബിൾ കണ്ടീഷൻ. അതിന്റെ എക്സാമ്പിൾ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, if you had studied well you would have passed. എന്താണ്?
if you had studied well you would have passed. ഫസ്റ്റ് ടൈപ്പ് എന്തായിരുന്നു? if you study well you will pass. സെക്കൻഡ് ടൈപ്പ് എന്തായിരുന്നു? if you studied well you would pass. തേർഡ് ടൈപ്പ് if you had studied well you would have passed. ഇവിടെ എന്താണ് പറയുന്നത്? if ക്ലോസിൽ had studied എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരുന്നത് അല്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ if ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വന്നിട്ടുള്ളത് എങ്കിൽ മെയിൻ ക്ലോസ് എന്തായിരിക്കണം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇതിലേതെങ്കിലും ഒന്ന് പ്ലസ് ഹാവ് പാസ്ഡ്. ഹാവ് പാസ്ഡ് എന്ന് പറയുമ്പോൾ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് ആയിരിക്കണം. പ്ലസ് ഹാവ് പ്ലസ് V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. എന്താണ്? വുഡ് വേണം, ഹാവ് വേണം, പാസ്റ്റ് V3 ഓഫ് ദ വെർബ്. തേർഡ് ഫോം, വെർബിന്റെ തേർഡ് ഫോം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ ഹാവ് പ്ലസ് V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ ആണല്ലോ? എന്താണ്? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. അപ്പോൾ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. വുഡ് ഹാവ് പാസ്ഡ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓർക്കുക, ഹാഡ് പ്ലസ് V3 ഉണ്ടാവും. താഴെ എന്തുണ്ടാവും? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഹാവ് പ്ലസ് V3 ഉണ്ടാവും. തേർഡ് ഫോം ഓഫ് ദ വെർബ്. സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് എങ്ങനെ പറയാം? ഇഫ് യു ഹാഡ് attended the class you could have answered all the questions. എങ്ങനെ പറയാം? if you had attended the class, നീ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ you could have answered all the questions. നിനക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. if you had attended the class you could have answered all the questions. could, have, V3 വെർബിന്റെ തേർഡ് ഫോം. ഓക്കെ ആണല്ലോ? ഹാഡ് അറ്റൻഡഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ could, have, V3. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് 3 ടൈപ്പ്. ഞാൻ ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇഫ് ഐ ഡ്രോപ്പ് ദിസ് ക്ലാസ് ഇറ്റ് ഡാഷ്. ഇറ്റ് വിൽ ബ്രേക്ക് ആണോ, ഇറ്റ് ബ്രേക്ക് ആണോ, ഇറ്റ് വുഡ് ബ്രേക്ക് ആണോ, ഇറ്റ് വുഡ് ഹാവ് ബ്രോക്കൺ ആണോ? എന്താണ് വരിക? ആലോചിച്ച് നോക്കിയേ. ഇഫ് ഐ ഡ്രോപ്പ് ദിസ് ക്ലാസ്, ഇഫിന്റെ കൂടെ ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണുള്ളത് അല്ലേ? ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ അല്ലെ? ആദ്യം പഠിച്ച ടൈപ്പ് എന്താണ്? ആദ്യം പഠിച്ച ടൈപ്പ് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അപ്പോൾ ഇറ്റ് വിൽ ബ്രേക്ക്. ഓക്കെ ആണല്ലോ? ഇനി ഇതിനെ നിങ്ങൾ സെക്കൻഡും തേർഡിലേക്കും ഒന്ന് മാറ്റി നോക്കിയേ. സ്വയം ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട്, വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയേ. സെക്കൻഡ് ടൈപ്പിലേക്ക് ആവുമ്പോൾ എന്താവും? ഇഫ് ഐ ഡ്രോപ്ഡ് ദിസ് ഗ്ലാസ്, ഇത് എന്താവും? സിമ്പിൾ പാസ്റ്റ് ആവും. ഡ്രോപ്ഡ് ദിസ് ഗ്ലാസ് ഇറ്റ് വുഡ് ബ്രേക്ക് അല്ലേ? വിൽ എന്നുള്ളത് എന്താവും? വുഡ് ആവും. തേർഡ് കണ്ടീഷൻ എന്തായിരിക്കും? ഇഫ് ഐ ഹാഡ് ഡ്രോപ്ഡ് ദിസ് ക്ലാസ് ഇറ്റ് വുഡ് ഹാവ് ബ്രോക്കൺ. ഓക്കെ, വുഡ് ഹാവ് V3 വരും. വുഡ് ഹാവ് ബ്രോക്കൺ. പറ്റുന്നുണ്ടല്ലോ? അങ്ങനെ നിങ്ങൾ ഒരു എക്സാമ്പിൾ സ്വയം എഴുതിയിട്ട് അതിനെ 3 ടൈപ്പിലേക്കും മാറ്റി നോക്കുക. അപ്പോൾ ഇത്രയാണ് 3 ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കൂടെ നിങ്ങൾ ഓർത്തു വെക്കണം. നമ്മൾ ഫസ്റ്റ് കേസിൽ എന്താണ് പറഞ്ഞത്? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കണം വരേണ്ടത്? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. വില്ലിൻ്റെ കൂടെ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. ഇഫ് വാട്ടർ റീച്ചസ് 100 degree Celsius it dash. If water reaches 100 degree Celsius it dash. it boils ആണോ, it will boil ആണോ, അങ്ങനെ എന്താണെന്ന് ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ ഉറപ്പുള്ള കാര്യം പറയുകയാണെങ്കിൽ മെയിൻ ക്ലോസിൽ ആ കാര്യം ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് ആയാൽ അത് തിളക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണല്ലോ. അപ്പൊ എന്ത് പറഞ്ഞാൽ മതി? വില്ലൊന്നും വേണ്ട, ആ കാര്യം ജസ്റ്റ് അങ്ങ് പറഞ്ഞാൽ മതി. ഇറ്റ് ബോയിൽസ്. ഓക്കെ ആണല്ലോ? ആ കാര്യം ജസ്റ്റ് അങ്ങ് പറയാം.
ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ ജയിക്കും. പക്ഷെ നന്നായിട്ട് പഠിച്ചാലും അവൻ ജയിക്കും എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പൊ അത് എന്ത് ചെയ്തു? വിൽ പാസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗ്ലാസ് താഴെ വീണ് കഴിഞ്ഞാൽ അത് പൊട്ടും. പക്ഷെ പൊട്ടുംന്ന് തീർച്ചയൊന്നല്ല അല്ലെ, ചിലപ്പോൾ അത് പൊട്ടാതിരിക്കാം. അപ്പൊ അതൊന്നും നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല. പക്ഷെ 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞാൽ വെള്ളം തിളക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അല്ലെ. അങ്ങനെ ഉറപ്പായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് മെയിൻ ക്ലോസിൽ എന്ത് പറഞ്ഞാൽ മതി? ആ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാൽ മതി. ഇറ്റ് ബോയിൽസ്. പ്രസന്റ് ടെൻസിൽ ഡയറക്റ്റ് അങ്ങ് പറയാം. അപ്പോൾ ഈഫിന്റെ കൂടെ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് ഉറപ്പുള്ള കാര്യമാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഉറപ്പുള്ള കാര്യമാണെങ്കിൽ അത് ഡയറക്റ്റ് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ വില്ല് ചേർത്തിട്ട് പറയാം. അടുത്തൊരു പോയിന്റ്, ഈഫ് ക്ലോസിൽ വേർ ഉപയോഗിച്ചിട്ട് പറയുകയാണെങ്കിൽ, WER വേർ ഉപയോഗിച്ചിട്ട് പറയുകയാണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 വരണം. നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ ഇല്ലേ അതുപോലെ. അതായത് ഇഫ് ഐ വേർ എ ബേർഡ്, ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ എനിക്ക് പറക്കാമായിരുന്നു. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. അതായത് ഇഫ് ക്ലോസിൽ വേർ വരുന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് അതിലേതെങ്കിലും പ്ലസ് V1, ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഇഫ് ഐ വേർ ദ പ്രൈം മിനിസ്റ്റർ ഐ വുഡ് അബോളിഷ് ഓൾ കറപ്ഷൻ. അങ്ങനെ വരും. ഇഫ് ഐ വേർ എ പ്രൈം മിനിസ്റ്റർ, ഇഫ് ഐ വേർ ദ പ്രൈം മിനിസ്റ്റർ ഐ വുഡ് അബോളിഷ് ഓൾ കറപ്ഷൻ. അപ്പോൾ വേർ ചേർത്തിട്ട് ഇഫ് ക്ലോസിൽ വരുന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? വുഡ് പ്ലസ് V1 വരും. അടുത്തൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ ഡാഷ് എ കാർ. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ ഡാഷ് എ കാർ. ഐ വിൽ ബൈ എ കാർ ആണോ, ഐ വുഡ് ബൈ എ കാർ ആണോ, ഐ വുഡ് ഹാവ് ബോട്ട് എ കാർ ആണോ? ഏതാണ് വരിക? ഇവിടെ നോക്കുക. ഇവിടെ ഈഫ് ക്ലോസിൽ ഏതാണ് വെർബ്? ഹാഡ് എന്നുള്ളതാണ് ഒരു വെർബ്. ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഹാഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? വെർബ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഹാസ്, ഹാവ് ഇതിന്റെ പാസ്റ്റ് ഫോം ആയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഹാഡ്. ഒരു വെർബ് ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെർബ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആവും അല്ലെ. ഈഫ് ക്ലോസ് ഏത് രൂപത്തിലാണുള്ളത്? വെർബ് സിമ്പിൾ പാസ്റ്റിലാണുള്ളത്. സിമ്പിൾ പാസ്റ്റിലാവുമ്പോൾ അവിടെ എന്ത് വരണം? സെക്കൻഡ് കണ്ടീഷൻ അല്ലെ. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? വുഡ് ബൈ. വുഡ് ബൈ. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് പ്ലസ് V1, വുഡ് ബൈ. അപ്പോൾ നോക്കുക, ഹാഡ് എന്ന് പറയുന്നത് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു വെർബ് ആയിട്ടാണ് ഹാഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? ഇത് ഹാസ്, ഹാവിന്റെ പാസ്റ്റ് ഫോം ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1, വുഡ് ബൈ വരും. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ച പോലെ തന്നെ ആ സെന്റൻസിനെ ജസ്റ്റ് ഒന്ന് നെഗറ്റീവ് ആക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഡോണ്ട് സ്റ്റഡി വെൽ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇഫ് യു ഡോണ്ട് സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്, അല്ലെങ്കിൽ യു വോണ്ട് പാസ്. ഇഫ് യു ഡോണ്ട് സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. അപ്പം നെഗറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ച കണ്ടീഷൻ തന്നെ സെയിം, അതിനെ ജസ്റ്റ് നെഗറ്റീവ് ആക്കിയാൽ മതി. നീ പഠിച്ചില്ലെങ്കിൽ നീ പാസ്സാകില്ല എന്നുള്ള അർത്ഥത്തിൽ. ഇഫ് യു ഡോണ്ട് സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. ഇനി ഇതിൽ രണ്ട് ക്ലോസ് നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ ഇഫിന് പകരം അൺലെസ് ഉപയോഗിച്ചിട്ടും എഴുതാൻ പറ്റും. അതായത് അൺലെസ് യു ഗോ നൗ you will not get the bus. Unless you go now you will not get the bus. ഇപ്പൊ നീ പോയില്ലെങ്കിൽ എനിക്ക് ആ ബസ് കിട്ടില്ല. അപ്പൊ രണ്ട് ക്ലോസ് നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ ഇഫിന് പകരം എന്ത് യൂസ് ചെയ്യുക? അൺലെസ് യൂസ് ചെയ്യുക. അൺലെസ് യു ഗോ നൗ യു വിൽ നോട്ട് ഗെറ്റ് ദ ബസ്. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഞാൻ സ്ക്രീനിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് കൊടുക്കാം. അതിൽ ഫില്ല് ചെയ്യേണ്ട ഭാഗം ഡാഷ് ഇട്ടിട്ട് കൊടുക്കാം. ഓപ്ഷനും തന്നിട്ടുണ്ടാവും. നിങ്ങളത് പൂരിപ്പിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വീഡിയോ ജസ്റ്റ് പോസ് ചെയ്യുക, എന്നിട്ട് പൂരിപ്പിക്കുക. ഒന്നുകിൽ മൈൻഡിൽ പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ എഴുതിയിട്ട് തന്നെ ചെയ്യുക. ഒരു 2-3 സെക്കൻഡിന് ശേഷം ആൻസർ സ്ക്രീനിൽ തന്നെ കാണിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ചെയ്തിട്ട് ഫുൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷണൽ ക്ലോസ്, ഇഫ് ക്ലോസ് എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വീണ്ടും പറയുകയാണ്. കുറേ പ്രാവശ്യം എക്സാമിന് മിക്കപ്പോഴും എല്ലാപ്പോഴും എക്സാമിന് 1 മാർക്ക് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇംഗ്ലീഷ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി മാത്സ് ക്ലാസ് ഒക്കെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. GK ക്ലാസ്സുകൾ മൈൽസ്റ്റോൺ PSC GK എന്ന ചാനലിൽ അവൈലബിൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് milestone psc.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.